നിയമസഭാ ഇലക്ഷന് വെറും ദിവസങ്ങൾ മാത്രം 100 ദിവസത്തിന് അടുത്ത് നിൽക്കുന്ന ആ ഒരു ഇലക്ഷൻ വൈബിലേക്കൊക്കെ കടന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ ഫെബ്രുവരി മാസം ആകുമ്പോൾ ശരിക്കും സ്ഥാനാർത്ഥികളൊക്കെ നിശ്ചയിക്കപ്പെടും. അപ്പോ എനിക്ക് ഒരു ചെറിയൊരു കാര്യം താങ്കളോട് ചോദിക്കാനുള്ളത്, ഇക്കഴിഞ്ഞ ദിവസം ചെറിയൊരു കാര്യമല്ല, അതൊരു വലിയ സ്ഫോടനമായി മാറിയിട്ടുണ്ട്. അതായത് CPM, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സെൻട്രൽ കമ്മിറ്റി അംഗമായിട്ടുള്ള AK ബാലൻ എന്ന തലമുതിർന്ന നേതാവ്, അതായത് ഇന്നലെ ഏഷ്യാനെറ്റിന് കൊടുത്തൊരു അഭിമുഖം, അതിന് മറ്റു മാധ്യമങ്ങളുടെ മുന്നിലും അദ്ദേഹത്തിന്റെ ചില വാക്കസർത്തുകൾ, അദ്ദേഹം എപ്പോഴും CPM-ന്റെ ഒരു നാവാണല്ലോ, എന്തെങ്കിലും ഓടിച്ചെന്ന് മയക്കുകൊണ്ട്. എന്നാൽ അദ്ദേഹം CPM പാർട്ടി സെക്രട്ടറിക്കാളും പലപ്പോഴും അഭിപ്രായം പറയുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഒരു അഭിപ്രായം കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി. അതായത് ഈ വരുന്ന ഇലക്ഷനിൽ കോൺഗ്രസ് അല്ലെങ്കിൽ UDF ആണ് ഭരണത്തിൽ വരുന്നതെങ്കിൽ, UDF ആണ് ഭരണത്തിൽ വരുന്നെങ്കിൽ പോലീസിനെ ഭരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പിന്നെ ഒരു വലിയ കലാപത്തെക്കുറിച്ചും, മുൻപ് ഇവിടെ നടന്നുപോയ മാറാട് കലാപം ഒക്കെ, ആവശ്യമില്ലാത്ത സ്ഥലത്ത് അതിനെയൊക്കെ എടുത്തൊരു ഒരു പുണ്ണിനെ വീണ്ടും പുണ്ണാക്കുന്ന രീതിയിലേക്കൊക്കെ സംസാരിക്കത്തക്ക രീതിയിൽ പോയി. അതൊരു അവരുടെ പാർട്ടിയിൽ അവരുടെ മുഖ്യമന്ത്രി, അവരുടെ പാർട്ടിയുടെ ഇപ്പോഴത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരം നോക്കുന്ന അദ്ദേഹത്തിന്റെ അത്രയൊന്നും ഇവിടെ ആരും എത്തില്ല എന്നൊക്കെ പറഞ്ഞ ഒരു ഭക്തിയും ആരാധനയും ഒക്കെ കൊണ്ട് അങ്ങ് അടിക്കുകയായിരുന്നു. അപ്പൊ ചേട്ടാ, എന്റെ സംശയം, ഈ പറയുന്ന വ്യക്തി, ഈ പറയുന്ന AK ബാലൻ എന്ന വ്യക്തി പറയുന്നത് പിണറായി പറയുന്നതിന് തുല്യമല്ലേ? ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് എന്ന് പറയുന്നത് ഒരു നിയോജക മണ്ഡലത്തിൽ 1000 വോട്ട് പോലും ഇല്ലാത്തൊരു പാർട്ടിയാണ്. ഇന്നലെ വരെ ഇവർക്കൊപ്പം നിന്നൊരു പാർട്ടിയാണ്. അത് ഒന്നാമതായിട്ടുള്ള ഒരു കാര്യം. എന്റെ ചോദ്യം ഇത്തിരി നീണ്ടുപോയി. എന്നാൽ അടുത്തൊരു എന്റെ സംശയം, ഇന്നിപ്പോ റെജി ലൂക്കോസ് എന്ന് പറഞ്ഞിട്ട് CPM-ന്റെ ഇടത് സഹയാത്രികനായി ചാനലുകളിൽ CPM പറയേണ്ടതിന് മറുപടി പറയാൻ ഇരിക്കുന്ന ഒരു വ്യക്തി CPM എന്ന് പറയുന്ന പാർട്ടി വിട്ട് BJP-യിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അതിശയമൊന്നുമില്ല. അദ്ദേഹം എന്നല്ല ഇനി അപ്പോൾ എന്റെ സംശയം, റെജി ലൂക്കോസ് പോയി എന്നുണ്ടെങ്കിൽ കേരളത്തിലെ പിണറായി കമ്മ്യൂണിസ്റ്റുകാരനെ പറയാൻ പറ്റും. പിണറായി കമ്മ്യൂണിസ്റ്റുകാരിൽ ഇനി ആരൊക്കെ പോവും? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി BJP-യിലേക്ക് പോയി എന്ന് കേൾക്കേണ്ട ഒരു അവസ്ഥ കേരളത്തിലെ ജനതയ്ക്ക് ഉണ്ടാവുമോ? തീർച്ചയായും. ഇതിൽ ആദ്യം നിങ്ങൾ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, AK ബാലന്റെ വിഷയം. അതെ, അതിന് ആദ്യത്തെ ഒരു ഫസ്റ്റ് സെന്റൻസ് തന്നെ അതിന് ഞാൻ ഒരു കൃത്യമായ ഒരു കാര്യം പറയുന്നത്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഐദർ CPI ഓർ CPIM ഓർ CPIML ഓർ CMP, പിന്നെ അങ്ങനെ വരാവുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനും ഒരു നേതാവും ഒരിക്കൽ പോലും ആലോചിക്കാനോ പറയാനോ പാടില്ലാത്ത അങ്ങേയറ്റം അസംബന്ധവും വൃത്തികേടുമാണ് വാസ്തവത്തിൽ AK ബാലൻ നടത്തിയിരിക്കുന്ന പ്രസ്താവന. കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ഇത്ര പ്രകോപനപരമായ ഒരു പ്രസ്താവന, ചരിത്രത്തെ സമ്പൂർണ്ണമായി നിഷേധിക്കുകയും വളരെ കൃത്യമായി പരിവാർവൽക്കരിക്കുന്നതിനുള്ള അടിയാധാരങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതിയുടെ പരസ്യ പ്രഖ്യാപനമാണ്. അത് ഒന്നാമത്തെ വിഷയം. അത് പിന്നീട് ഞാൻ വിശദീകരിക്കും. രണ്ടാമത്തെ വിഷയം ചോദിച്ചിരിക്കുന്ന സംഭവം, ഇതിനകത്ത് നിന്ന് റെജി ലൂക്കോസിന് ശേഷം പിന്നെ ആരില്ല പോകുന്നത്? ഈ കേരളത്തിലെ മുഖ്യമന്ത്രി നാളെ BJP-കാരനായി നിങ്ങൾ ആരും അത്ഭുതപ്പെടുത്തും കേട്ടോ. അത്ഭുതപ്പെട്ട യാതൊരു കാര്യം ഉണ്ടാവില്ല. അതിന് മുന്നൊരുക്കം നമ്മുടെ നേരെ ഇതിന് തൊട്ട് മുൻപിൽ EP ജയരാജന്റെ വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. EP ജയരാജന്റെ വിഷയത്തിൽ കണ്ടതാണെന്ന് മാത്രമല്ല, BJP-യുടെ പ്രമുഖ നേതാവായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഡൽഹിയിൽ പോയിരിക്കുന്ന സംഭവം ഇതെല്ലാം തന്നെ പത്രങ്ങളിൽ മുഴുവൻ തന്നെ ആളുകൾ അത് വിശദീകരിക്കുകയും ചെയ്തതാണ്. അത്തരമൊരു സന്ദർഭത്തിനകത്ത് അയാൾക്ക് സർവൈവ് ചെയ്യാൻ മറ്റൊരു മാർഗവും ഇല്ലാത്തൊരവസ്ഥ BJP നേതൃത്വവും RSS നേതൃത്വവും അല്ലെങ്കിൽ അതിന്റെ കേന്ദ്ര നേതൃത്വവും പെടുത്തുകയാണെങ്കിൽ ഇയാൾ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. ഞാൻ അത്ഭുതപ്പെടില്ല. കാരണം അദ്ദേഹത്തെ ഇവിടെയാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ വിഷയത്തിലേക്ക് ഞാൻ തിരിച്ചു വരുന്നത്. എന്തുകൊണ്ട് AK ബാലൻ, എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ, ഈ രണ്ടുപേരും സത്യത്തിൽ ആരാണെന്നുള്ളതാണ് ചോദ്യം. ഇവിടെ സാധാരണ പറയുന്നതാണ് ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്ന് പറയുന്ന പ്രയോഗം. ഹിസ് മാസ്റ്റേഴ്സ് വോയിസ്, ഈ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആണ് ഈ രണ്ട് കക്ഷികളും. അതായത് ഇയാൾക്ക് പറയേണ്ടത്, നിങ്ങൾ നേരത്തെ പറഞ്ഞ സാധനം, ഇയാൾക്ക് പറയേണ്ടിയിരിക്കുന്ന കാര്യങ്ങൾ ആരിലൂടെ പറയിപ്പിക്കുകയാണ്? വെള്ളാപ്പള്ളി നടേശനോട് പറയിപ്പിക്കുന്നു. അയാൾ ഒരു സാമുദായിക കക്ഷിയുടെ നേതാവ് എന്ന നിലയിൽ ആ രീതിയിൽ പറയുന്നു. മറുഭാഗത്ത് ഇപ്പൊ സെൻട്രൽ കമ്മിറ്റിയിൽ ഒന്നും എടുക്കാൻ ചേർക്കാന്നെങ്കിൽ പോലും ഈ AK ബാലൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വേണ്ടി സാധനം സംസാരിക്കുന്നു. ഈ രണ്ടുപേരുടെയും സംസാരത്തിന്റെ പൊതു സ്വഭാവം എന്താണ്? പൊതു സ്വഭാവം പച്ച വർഗീയതയാണ്. എന്നെ നോക്കൂ നിങ്ങൾ. ഈ ഒരു വിഷയത്തിനകത്ത് ഇയാൾ വളരെ 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 മാന്യമായ രീതിയിലാണ് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ മുഴുവൻ തന്നെ. എന്നാൽ ഇയാളുടെ കുടുംബത്തെ തുടർന്ന ഏതൊക്കെ ഒരു വിഷയം വരട്ടെ, മാത്യു കുളനാടൻ ഇതിന്റെ ഈ വിഷയം CMR സംഭവത്തിന്റെ മേലെ, എക്സാലോജിക് സംഭവത്തിന്റെ മേലെ 2 തവണ നിയമസഭക്കകത്ത് ആരോപണം ഉന്നയിച്ചപ്പോൾ പൊട്ടിത്തെറിച്ചിരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയെ നാം കണ്ടതാണ്. കൃത്യമായി പൊട്ടിത്തെറിക്കുന്ന അൺപാർലമെന്ററി ആയിരിക്കുന്ന ലാംഗ്വേജസ് പോലും അയാൾ അന്ന് നിയമസഭക്കകത്ത് ഉപയോഗിച്ചു. ഇതെന്താണ് കാര്യം? ഇത് വ്യക്തിപരമാണ്. പാർട്ടിയുടെ വിഷയം വരുമ്പോൾ അയാൾ എന്താണ്? പാർട്ടിയുടെ വിഷയം വരുമ്പോൾ ഇത്തരത്തെ കാര്യം വരുമ്പോൾ വളരെ ടാക്റ്റ്ഫുള്ളായി അയാൾ അങ്ങ് മാറുക. എന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് ഇത് പറയിപ്പിക്കുകയാണ്. മറ്റുള്ളവർ ആരാണ്? ശരിക്കും ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ, ഈ പറയുന്ന പോലെ AK ബാലൻ, ഇവർ രണ്ടുപേരെ കൊണ്ട് ഇത് പറയിക്കുന്നതിലൂടെ തനിക്ക് പറയേണ്ടിയിരിക്കുന്ന കാര്യം വളരെ ഭംഗിയായി ഇയാൾ നിർവഹിക്കുന്ന അങ്ങേയറ്റം വൃത്തികെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് സത്യത്തിൽ ഇയാൾ ചെയ്യുന്നത്. അതായത് ഒരു കാര്യം ഇയാൾ നേരിട്ട് ചെയ്യില്ല, പകരം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക.
ഇന്നേ വരെ ചെയ്തു വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കകത്തും, അത് കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കകത്ത് പോലും ഇയാളുടെ റോൾ എന്താണെന്ന് മറ്റുള്ളവർക്കൂടെ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അവരെ കൈയൊഴിച്ചു കളയും. ഇങ്ങനെ കൈയൊഴിഞ്ഞ് വന്നിട്ടിരിക്കുന്ന ഒരു അവസാനത്തെ ഒരു അധ്യായം എന്ന നിലയിലാണ് ഈ ലാവലിൽ ഉൾപ്പെടെ വരുന്ന ഈ പിന്നെ CMRL, എക്സാലോജിക്ക്, പിന്നെ SFIU ഇങ്ങനെ വരുന്ന മുഴുവൻ സംഭവത്തിനകത്തും ഇപ്പൊ വന്നിരിക്കുന്ന നമ്മുടെ ശബരിമല സ്വർണ്ണക്കടത്ത്, ഈ കൊള്ള, അതിന് മുമ്പുള്ള സ്വർണ്ണക്കടത്ത്, ഇതിനകത്തെല്ലാം എന്ത് ചെയ്യാതെ ഇയാൾ മറ്റുള്ളവർക്ക് കൊണ്ട് ചെയ്യിച്ച് അതിന്റെ ലാഭവും പിന്നെ മുഴുവൻ സാധനം ഇയാൾ ഊറ്റിയെടുക്കുകയാണ്. ഇതാണ് വാസ്തവത്തിൽ ഈ പറയുന്ന പിന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയാം. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ജമാഅത്തെ ഇസ്ലാമി പിന്നെ CPM വോട്ട് നൽകിയതുപോലെ വേറെ ഏത് പാർട്ടിക്കാണ് ഇന്ത്യൻ പോളിറ്റിക്സിനകത്ത് അവർ വോട്ട് നൽകിയിട്ടുള്ളത്? ജമാഅത്തെ ഇസ്ലാമി, ഞാൻ ആവർത്തിക്കാം കേട്ടോ, ജമാഅത്തെ ഇസ്ലാമി CPIM വോട്ട് നൽകിയതുപോലെ 1964 പാർട്ടി കൊടുത്തതിന് മുൻപായിരുന്നെങ്കിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് നൽകിയതുപോലെ ആർക്കാണ് അവർ വോട്ട് നൽകിയിട്ടുള്ളത്? ആർക്കും വേറെ ഒരു പാർട്ടിക്ക് അവർ വോട്ട് നൽകിയിട്ടില്ല. കോൺഗ്രസ് പാർട്ടിക്ക് അവർ വോട്ട് കൊടുക്കാറില്ല എന്നല്ല, ചിലപ്പോൾ ചില ഘട്ടങ്ങളിലൊക്കെ ചില 1-2 ആളുകളെ അവർ സഹായിച്ചിട്ടുണ്ടാവാം. അല്ലാതെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു അർത്ഥത്തിൽ കോൺഗ്രസിനെ അവരെപ്പോഴും സംശയദൃഷ്ടിയോടെയും വിമർശന ബുദ്ധിയോടെയും മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമി പിന്നെ നിരീക്ഷിക്കുകയോ വിലയിരുത്തുകയോ ചെയ്യാറുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് എടുക്കുന്നവരും നേരത്തെ ഉണ്ടായിരിക്കുന്ന CPI, പിന്നെ CPI 1964 CPI ഇതിനെടുക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക അൺകണ്ടീഷണൽ ആവുന്ന വിധത്തിൽ പലപ്പോഴായി CPM-നെ സഹായിച്ചിട്ടുള്ള ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഇത് നിഷേധിക്കാനില്ലാത്ത അപ്രതിരോധമായ ഒരു സത്യമാണ്. ഇവിടെ ഞാൻ പറയുന്ന ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ജമാഅത്തെ ഇസ്ലാമി ഇവരുമായി സാധാരണ ഇലക്ഷൻ വരുന്ന സമയത്ത് CPM ആവട്ടെ, CPI ആവട്ടെ, പിന്നെ കോൺഗ്രസ് ആവട്ടെ, എല്ലാ പാർട്ടികളും എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയോട് വോട്ട് അഭ്യർത്ഥന നടത്തി അവർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാറുണ്ട്. എല്ലാ പാർട്ടികളും കൊടുക്കും. അവർ സെലക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാം, ആർക്ക് വോട്ട് കൊടുക്കണമെന്ന് അവർ തീരുമാനിക്കും. അത് എപ്പോഴും ഒന്നല്ല, സംഘടിതമായി ഒരു സംസ്ഥാന അടിസ്ഥാനത്തിലോ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലോ അല്ല അവർ വോട്ട് കൊടുക്കാറുള്ളത്. ഓരോ സ്ഥലങ്ങളിലും അവർക്ക് വേണ്ടുന്ന, അവർക്ക് സ്വീകാര്യമായിരിക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് അവർ പലപ്പോഴും അവരുടെ മനസ്സിലുണ്ടായിരിക്കുന്ന ആൾക്ക് അവർ വോട്ട് കൊടുക്കുകയും ചെയ്യും. ഞാൻ ഇതിനകത്ത് ഈ പറയുന്ന CPM-ന് അത്രമാത്രം ധൈര്യമുണ്ട് എങ്കിൽ ഇവരെന്ത് ചെയ്യണം അറിയോ? അത്രമാത്രം ധൈര്യമുണ്ട് എങ്കിൽ ഇവരെന്ത് ചെയ്യണം, ജമാഅത്തെ ഇസ്ലാമിക്ക് നേരത്തെ കൊടുത്തിരിക്കുന്ന ഇവരുടെ മുഴുവൻ ഡോക്യുമെന്റ് ഭാരത്തുണ്ടാവും, ജമാഅത്തെ ഇസ്ലാമിയുടെ മിനിറ്റ്സിനകത്തുണ്ടാവും. ഈ മിനിറ്റ്സ് പരിശോധിക്കാൻ ഞാൻ ആവർത്തിച്ചു പറയാം, ഈ മിനിറ്റ്സ് പരിശോധിക്കാൻ ഒരു നിഷ്പക്ഷനായ പൊതുസ്വീകാരനായിരിക്കുന്ന ഏതെങ്കിലും പ്രമുഖനായിരിക്കുന്ന ഒരു ന്യായാധിപനെ CPM നിശ്ചയിക്കുമോ? രണ്ടാമത്തെ വിഷയം ഞാൻ പറയുന്നു, ഇത് CPI-ക്കാരെ കൊണ്ട് ഈ ഒരു പരിശോധന നടത്താൻ CPM തയ്യാറാവുമോ? ഇത് ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമല്ല. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, മഹാത്മാഗാന്ധി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്നു PC ജോഷിയോട് ഒരു വെല്ലുവിളി നടത്തുകയുണ്ടായി. വെല്ലുവിളി എന്നല്ല, ഒരു വിമർശനം ഉന്നയിക്കുകയുണ്ടായി. എന്താ വിമർശനം എന്ന് പറഞ്ഞാൽ, പിന്നെ നിങ്ങളുടെ സാമ്പത്തിക വ്യവഹാരങ്ങളുടെ ക്രമത്തിന്റെ മിനിറ്റ്സ് കാണിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന്. ഗാന്ധിയാണ് അതിന് വിമർശനം ഉന്നയിച്ചത്. PC ജോഷി ചെയ്ത് എന്താ പറയുന്നത്, ഈ മിനിറ്റ്സ് പരിശോധിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് സ്വീകാരനായിരിക്കുന്ന ആളെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ ഈ മിനിറ്റ്സ് ഞങ്ങൾ കാണിച്ചു തരാം. ചരിത്രത്തിലെ വ്യക്തമായിരിക്കുന്ന രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. രേഖയുടെ അടിസ്ഥാനം അവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരമുണ്ടായ സംഭവത്തിന്റെ ഭാഗമായി ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ആരാണ് ഏറ്റവും കൂടുതൽ വാങ്ങിയതെന്ന് പരിശോധിക്കാൻ ഒരു സ്വതന്ത്രനായിരിക്കുന്ന, ഒരു നിഷ്പക്ഷനായിരിക്കുന്ന ഒരു ന്യായാധിപനെ നിശ്ചയിക്കാൻ CPM തയ്യാറുണ്ടോ? ഇതിനകത്ത് വെറുതെ ആളുകളുടെ മുമ്പിൽ പോന്നിട്ട് ഇങ്ങനെ ഈ വാചാടോ ഇങ്ങനെ അടിച്ച് പറ്റിക്കല്ല വേണ്ടത്. അത് ശരിക്കും എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, അത്തരമൊരു സംഭവം ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം വൃത്തികെട്ടിരിക്കുന്ന സംഭവമാണ് ചെയ്യുന്നത്. ഇതിനകത്ത് പിന്നെ വേറൊരു സംഭവം നോക്കും, എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പ്രകോപനപരമായ രീതിയിൽ സംസാരിക്കാൻ പിന്നെ CPM-നെ നിർബന്ധിക്കുന്നത്? CPM മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ രണ്ടുപേർ നിർബന്ധിക്കുന്നത് എവിടെയാണ്? 100% അയാൾക്ക് ഉറപ്പുള്ള ഒരു കാര്യമുണ്ട്. ബ്ലോക്കായി ന്യൂനപക്ഷങ്ങൾ പാർട്ടിയെ കൈയൊഴിഞ്ഞിരിക്കുന്നു. ബ്ലോക്കായി കഴിഞ്ഞിരിക്കുന്നു. ഇത് ആ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല, പിന്നെ ആരുമുണ്ട്? സാധാരണക്കാരായിരിക്കുന്ന മുഴുവൻ ജനവിഭാഗങ്ങളും ഈ പറയുന്ന ഗവൺമെന്റിനെയും പ്രത്യേകിച്ച് ഇയാളെയും കൈയൊഴിഞ്ഞിരിക്കുന്നു. ഇയാളെ കൈയൊഴിഞ്ഞു എന്ന് പറഞ്ഞാൽ സത്യമായി കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി വന്നിരിക്കുന്ന അതിരൂക്ഷമായിരിക്കുന്ന ജനകീയ വികാരമുണ്ട്. ആന്റി ഇൻകംബൻസി എന്ന് പറയുന്നത് സർക്കാരിന്റെ മാത്രമല്ല, ഇയാൾക്കെതിരെ വരുന്ന അതിരൂക്ഷമായിരിക്കുന്ന വികാരമാണ്. ഈ വികാരമാണ് യഥാർത്ഥമായി. ഇത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് മാർഗം? ഒറ്റ മാർഗമേ ഉള്ളൂ. എന്താ മാർഗം? ഏറ്റവും വൃത്തികെട്ടിരിക്കുന്ന കാർഡ് ഇറക്കണം. ആ വൃത്തികെട്ടിരിക്കുന്ന കാർഡ് ഇറക്കാൻ ഇതുപോലെ എന്ത് വിഡിത്തവും വിളിച്ചു പറയാൻ പറ്റിയിരിക്കുന്ന രണ്ടാളുകൾ, അതിൽ ഒരാൾ സാമുദായിക നേതാവിന്റെ ചെലവിൽ, മറ്റേയാൾ എന്താ പറഞ്ഞാൽ വിഡിത്തം പറഞ്ഞത് ലോകറക്കാരിട്ടിരിക്കുന്ന AK ബാലൻ. ഈ രണ്ട് കക്ഷികളെയും ഞാൻ ചുമതല കൊടുത്തുകയാണ് ചെയ്തത്. ഒരു ചരിത്രത്തിനകത്ത് ഇത്രയും അധാർമികവും അത്രയും അസംബന്ധവുമായിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും തന്നെ പറയാനും ചെയ്യാനും പാടില്ലാത്തതാണ്. ഇതാണ് ഈ പറയുന്ന സംഭവത്തിനകത്ത് എനിക്കുണ്ടായിരിക്കുന്ന ഒരു ഖണ്ഡിതമായിരിക്കുന്ന എന്റെ അഭിപ്രായം. അതാണ്. ചേട്ടാ, MP ഗോവിന്ദൻ അതിനെ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുന്ന രീതിയിൽ അങ്ങോട്ട് കമന്റ് ഒക്കെ പറഞ്ഞുകൊണ്ട് കയറി പോകുന്ന രംഗം കണ്ടു. MP ഗോവിന്ദൻ ഇദ്ദേഹത്തിന്റെ ഈ കമന്റ് പാർട്ടിയുടെ അഭിപ്രായമല്ല എന്ന രീതിയിൽ വിജയരാഘവനൊക്കെ എങ്ങനെയാണ് പറഞ്ഞു. അത് ഇതിന്റെ മറ്റൊരു ഇതാണ് വിജയരാഘവനൊക്കെ. ചേട്ടാ പറഞ്ഞു. അയാൾക്ക് അതൊന്നും അസ്തിത്വം. അയാളല്ലേ നിങ്ങൾ ഓർക്കുന്നത്, രമ്യ ഹരിദാസ് മത്സരിച്ചപ്പോ രമ്യ ഹരിദാസ് പിന്നെ പാണക്കാട് പോയ സമയത്ത് BK കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോയ സമയത്ത് ഇയാൾ പറഞ്ഞിരിക്കുന്ന പരാമർശം ഏതാ പരാമർശം ഓർക്കുന്നില്ലെങ്കിൽ? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാധാരണ പ്രവർത്തനം പോലും പറയാൻ അറക്കുന്ന വാക്കല്ലേ ഈ അന്ന് വിജയരാഘവൻ പറഞ്ഞത്.
അവരെ പാണക്കാട് കാണാൻ പോയി കഴിഞ്ഞാൽ രാജ്യത്തെ പറഞ്ഞു പോവോ? തീർച്ചയായിട്ടും. അപ്പൊ ഇത് പറയുന്ന സാധനം ഇതിനകത്ത് എല്ലാം തന്നെ വരുന്ന സാധനം നമ്പർ 1 കമ്മ്യൂണൽ പ്ലേ ആണ്. നമ്പർ 1 കമ്മ്യൂണൽ കാർഡ് ഇറക്കുന്നത്. അപ്പൊ അത്തരം ഒരു കമ്മ്യൂണൽ കാർഡ് ഇറക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ മുമ്പിൽ ഏക മാർഗ്ഗവതാണ്. കാരണം ഇവരുടെ മുമ്പിൽ എന്താ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ സമ്പൂർണ്ണമായി പിന്നെ CPM അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് പൂർണ്ണമായി നഷ്ടപ്പെട്ട് കഴിഞ്ഞു. പിന്നെ കിട്ടേണ്ടിയിരിക്കുന്ന വോട്ട് ഏതാണ്? കിട്ടേണ്ടിയിരിക്കുന്ന വോട്ട് വെള്ളാപ്പള്ളി നടേശനെ സ്വാധീനിച്ചിട്ട് എന്ത് വേണം? അതിൽ നിന്ന് കിട്ടാത്ത ഹിന്ദു വോട്ട് പുറത്ത് മറിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം. അതിനാണ് ഒരേ സമയത്ത് ഡബിൾ എഡ്ജായിരിക്കുന്ന സാധനമാണിത്. അപ്പൊ എന്ത് പറയും? ഞങ്ങൾ ഈ പറയുന്ന പരിവാർ സമാനമായിരിക്കുന്ന BJP കാരൻ പറയുന്ന രാഷ്ട്രീയ സമാനമായിരിക്കുന്നത്, അതായത് BJPയുടെ B ടീമായി മാറിക്കൊണ്ടാണ് CPI അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയാ മുഖ്യമന്ത്രിയും ഈ പറയുന്ന പാർട്ടി ഘടകങ്ങളും അവർ ആലോചിച്ച് ഉറപ്പിച്ചു വെച്ചിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതല്ലാതെ അവരുടെ മുമ്പിൽ വേറെ വഴികളൊന്നുമില്ല. ഈ വഴിയില്ല എന്നുള്ള സംഭവത്തിന്റെ ഒരു പരസ്യ പ്രഖ്യാപനമാണ് ആര് വന്നത്? ഈ റെജി ലൂക്കോസ് നായർ. റെജി ലൂക്കോസ് പാർട്ടിക്കാരൊന്നും പാർട്ടിയിലെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആളൊന്നുമില്ല, അത് വേറെ വിഷയം. പക്ഷേ അവർക്ക് വേണ്ടിയിട്ട് ഏത് അറ്റം വരെയും പോയി ന്യായീകരിക്കുന്ന ഒരാളെന്താണ് ഒരു സുപ്രഭാതത്തിൽ കൃത്യമായി കുടിച്ച് ഉപ്പായി മാറ്റി BJPയിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇത് പോകാന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് ഒറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. നാളെ CPIMന്റെ സംസ്ഥാന കമ്മിറ്റിക്കകത്തും സെക്രട്ടേറിയറ്റിലുമുള്ള ഭൂരിപക്ഷം ആളുകളും ഈ പറയുന്ന 2026 പതനത്തോടു കൂടി പലരും ഇവിടെ പോകുന്നു. ഈ കളം വിട്ടൊഴിഞ്ഞ അവർ വേറൊരു സ്ഥലത്തേക്ക് അവർ ചേക്കറുകൾ. കാരണം ഇവരെന്നും അധികാരത്തിന്റെ ഭാഗം മാത്രമായി നിന്നവരാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തായിരിക്കണമോ അതിന് വിരുദ്ധമായ ദിശയിൽ ചിന്തിപ്പിക്കുകയാണ് ചെയ്തത്. ഈ വിരുദ്ധമായ ദിശയിൽ ചിന്തിപ്പിക്കുമ്പോൾ ആ സംഭവത്തിൽ സഞ്ചരിക്കാൻ പാടില്ലെന്ന് നിരന്തരമായി ഓർമ്മിപ്പിച്ചിരിക്കുന്ന ആളായിരുന്നു സഖാവ് VS. ആ VSനെയാണ് പുറകിൽ നിന്ന് മുമ്പിൽ നിന്ന് വാഞ്ഞു കുത്തി വീഴ്ത്തിയപ്പോ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ വൃത്തികേടുകൾക്ക് കൂട്ടുനിന്നിരിക്കുന്ന ആളുകൾ ഒന്നിന്റെ കൂടെ നിന്നത് അധികാരവും അതിന്റെ കൂടെ കിട്ടുന്ന സൗഭാഗ്യങ്ങൾക്ക് മാത്രമായി കൂട്ടുന്നു. ആ കൂട്ടുനിന്നതിന്റെ അനിവാര്യമായ ദുരന്തമാണ് വാസ്തവത്തിൽ ആ പാർട്ടി ഇപ്പൊ ഫേസ് ചെയ്യുന്നത്. ഈ പറയുന്ന മുഖ്യമന്ത്രി ഇട്ടാ വരക്കുന്നതിന്റെ കാര്യം ഇത് തന്നെയാണ്. ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഏക മാർഗ്ഗം എന്താണ്? ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഈ കമ്മ്യൂണൽ കാർഡ് ഇറക്കുക. കമ്മ്യൂണൽ കാർഡ് ഇറക്കാൻ ആരാ പറ്റുക? ഏറ്റവും വേസ്റ്റ് ആയിരിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ആളുകളെ കൊണ്ടുപോയിട്ട് അത് ട്രംപ് കാർഡ് ഇറക്കുക. ആ ട്രംപ് കാർഡ് ഇട്ടിട്ടാണ് ഈ കളി കളിക്കുന്നത്. അവിടെ മിസ്റ്റർ അയ്യപ്പദാസ് ഒരു കാര്യം വളരെ പിന്നെ കൃത്യമായി പറയാവുന്ന ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞാൽ CPMന്റെ അകത്ത് നിന്ന് പിന്നെ പലരും പിന്നെ നാളെ ഇൻ ഫ്യൂച്ചർ മറുകട്ടം ചാടി പിന്നെ വേറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അത്ഭുതപ്പെടില്ല. അങ്ങനെ അത്ഭുതപ്പെടേണ്ട യാതൊരു ഒരു ആവശ്യവുമില്ല. കാരണം ഇവരെല്ലാവരും തന്നെ ഉള്ളിൽ എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ഒറ്റ സംഭവങ്ങൾ തിരിച്ചെടുത്ത് നോക്കൂ. ഇയാൾ പാർട്ടി സെക്രട്ടറി ആയി കഴിഞ്ഞു. പിന്നീട് വന്നിരിക്കുന്ന ഒട്ടനവധി വിവാദങ്ങളുണ്ട്. ഈ വിവാദങ്ങൾക്ക് മുഴുവൻ തന്നെ ഇയാൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടിയത് ആരിൽ നിന്നാണ് കിട്ടിയത്? മുഴുവൻ BJPന്റെ സെൻട്രൽ ലീഡർഷിപ്പിൽ നിന്നാണ് കിട്ടിയത്. ഇതിങ്ങനെ കിട്ടിയ സമയത്ത് പോലും പാർട്ടിക്കകത്തുള്ള ആളുകൾ ആരും തന്നെ എതിർക്കുകയോ വിയോജിപ്പ് രേഖപ്പെടുത്തി അതിനകത്ത് കലാപുണ്ടാക്കുകയോ എന്തുകൊണ്ടാണ്? അയാൾ വളരെ കൃത്യമായി ഈ പാർട്ടി എന്ത് ചെയ്യുകയായിരുന്നു? അത് കൃത്യമായി ഒരു ഹിന്ദു പാർട്ടിയാക്കി മാറ്റാൻ അയാൾ ശ്രമിക്കുകയായിരുന്നു. ഇത് മാറ്റുന്നതിനനുസരിച്ച് എന്ത് ചെയ്യണം? കൃത്യമായിരിക്കുന്ന അഴിമതിയും ഇതിന് പൂരകമായി നടക്കുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്നിരിക്കുന്ന പിന്നെ വിഹിതങ്ങൾ, വരുമാനങ്ങൾ അതെല്ലാം വളരെ കൃത്യമായ സ്ഥലത്തേക്ക് വിഭജിച്ചു കൊടുത്ത് എന്ത് ചെയ്യാണ്? ഈ ഒരു സാധ്യതയെ നിലനിർത്താൻ ആവശ്യമായിരിക്കുന്ന സാമ്പത്തിക ഘടകങ്ങളെയും കൂടി ഇതിനകത്ത് അതിനാണ് ഇയാൾക്ക് ഈ അധികാരം ഉപയോഗിച്ച് അത് കൃത്യമായി അയാൾ ക്രമീകരിക്കുകയും ചെയ്യും. ഈ ക്രമീകരണത്തിലൂടെയാണ് ഈ കഴിഞ്ഞ 25 വർഷക്കാലം ഇയാൾ ഈ കേരളത്തെ ഇയാൾ കൊണ്ടുനടന്നത്. അതിൽ 10 വർഷക്കാലം ഈ നശിച്ച ഭരണവും. ഇത് വന്നു കഴിഞ്ഞൂടെ എന്തായി തീർന്നു പറഞ്ഞാൽ ഇനി ഇതിനകത്ത് ഞാൻ നിങ്ങളോട് ചോദിക്കാതെ ഇതിനകത്ത് നിന്ന് ഈ പാർട്ടി മുടിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് പല നേതാക്കന്മാരും എങ്ങനെയാണ് പിന്നെ അയ്യപ്പദാസ് ജീവിക്കുക? ഇവരുടെ കയ്യിൽ എവിടുന്നാണ് കാറ്? ഇവരുടെ കയ്യിൽ എവിടുന്നാണ് അധികാരം? തെരുവിലിറങ്ങിയിട്ട് ഇവർക്ക് നടക്കാൻ കഴിയോ? ഒരു അസാധ്യമാകുന്ന ഒരു കാലം അവരുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. ഈ അസാധ്യമായി വരുന്ന ഒരു കാലം ഇവിടെ മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. അവർ സർവൈവ് ചെയ്യണം. ഈ സർവൈവ് ചെയ്യുന്ന ഒരു രീതി ആര് കാണിച്ചു കൊടുത്തിട്ടുണ്ട്? അത് വളരെ കൃത്യമായി കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ലാവലിൻ തൊട്ട് ഈ ഇപ്പൊ നടക്കുന്ന ശബരിമലയുടെ ഈ സ്വർണ്ണ കൊള്ളവരുടെ സ്ഥലത്തേക്ക് വളരെ കൃത്യമായി ഞാൻ എത്രയോ തവണ ഇതിനകത്ത് ഞാൻ പറഞ്ഞതാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞാണ്. ഇപ്പൊ പറഞ്ഞില്ലേ SIT ആർക്ക് പിന്നെ ക്ലീൻ ചിറ്റ് കൊടുത്തു? പിന്നെ ഡിണ്ടിഗലിലെ മണിക്ക് പിന്നെ ക്ലീൻ ചിറ്റ് കൊടുത്തില്ലേ? ഈ ക്ലീൻ ചിറ്റ് കൊടുക്കുന്നതോടെ ഇതിനകത്ത് പ്രധാനപ്പെട്ട സാധനം തൊണ്ടി മുതലില്ലാത്ത ഒരു സാധനം കൊണ്ടുപോയിട്ട് നിങ്ങൾ ഒരു റിപ്പോർട്ട് കോടതി കൊടുത്തു കഴിഞ്ഞിട്ട് കോടതി കേസെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന സാക്ഷാൽ നമ്മുടെ ഇയാളില്ലേ, നമ്മുടെ പോറ്റിയുടെ വക്കീൽ വന്ന് ചോദിച്ചാൽ നിങ്ങളെന്താ മറുപടി പറയാ? എന്തിനാണ് എന്റെ പേര് കേസ് ചാർജ് ചെയ്തത്? ഏതാണ് മുതലെന്ന് ചോദിച്ചാൽ നിങ്ങളെന്താ കാണിക്കുക? ഒന്നും കാണിക്കാനില്ല. അവസാനം ഇത് ആവിയായി പോകും. ഇങ്ങനെ വരാവുന്ന ഒരു ക്രമീകരണം ഇതിനകത്ത് രൂപപ്പെടുത്തിയെടുക്കുന്നതിനകത്ത് കേരളത്തിനകത്ത് ഉണ്ടായിരിക്കുന്ന പോലീസ് സംവിധാനം, നിയമ സംവിധാനം, എല്ലാ സംവിധാനത്തെയും ഉപയോഗിച്ച് അതിന് മറുപക്ഷത്ത് നിന്ന് കിട്ടിയിരിക്കുന്ന എന്താ പറയാ വളരെ കൃത്യമായിരിക്കുന്ന പിൻബലവും കൂടിയാവുമ്പോൾ നമ്മുടെ കേരളം എന്തായിരുന്നു വളരെ ഭംഗിയായി അത് ഒരു ആരുടെ താല്പര്യമാണോ സംരക്ഷിക്കേണ്ടത് ആ സംരക്ഷിക്കുന്ന താല്പര്യത്തിന്റെ ഭാഗമായി തീരാവുന്ന ക്രമീകരണങ്ങൾക്ക് വളരെ കൃത്യമായി അടിത്തറവായി ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തത്. അതിനകത്താണ് വാസ്തവത്തിൽ ഇതിനെ മറികടക്കാനാണ് എന്ത് ചെയ്യുന്നത്? ഇയാളുടെ മലപ്പുറം പ്രസംഗം പോലെ ഇടുന്ന് ചെയ്യാന്ന് ഈ ബാലിനെ പോലത്തെ കാട്ടാസ് ബാലിനെ കൊണ്ട് എന്ത് ചെയ്യാന്ന് അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കുകയാണ്? ജമാഅത്തെ ഇസ്ലാമി എന്ത് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ ഇന്ത്യ പിടിക്കാൻ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്? ഇല്ല കേരളം പിടിക്കാൻ ജമാഅത്തെ ഇസ്ലാമിയാണ്? ഇല്ലാതെ ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ. ഈ മതന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ എന്തുകൊണ്ട് കയ്യിൽ നിന്ന് പോയി? തങ്ങളിൽ നിന്ന് അന്യമാക്കപ്പെട്ടു.
ഈ അന്യമാക്കപ്പെട്ടു എന്ന ചോദ്യത്തിന് ഉത്തരം പറയുമ്പോഴാണ് എന്ത് വരിക, ഈ വിഷയം പിന്നെ വീണ്ടും തിരിച്ച് അതേ രീതിയിൽ തന്നെ ബൂമറാങ് പോലെ വരുന്നത്. അതുകൊണ്ട് അത്തരമൊരു സംഭവത്തിന്റെ ഭാഗമായി മാത്രമാണ് സത്യത്തിൽ ഈ വിഷയത്തെ കാണേണ്ടത് എന്നാണ് അയ്യപ്പദാസെ എന്റെ വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായം.